ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ സംസാരിക്കണമെങ്കിൽ മൈക്കിന് മുന്നിൽ കൌൺസിലർമാർക്ക് നടുവളയ്ക്കണം. ഇങ്ങനെ പോയാൽ 5 വർഷം കഴിയുമ്പോഴേക്കും കൌൺസിലർമാരുടെ നടുവളയുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്. 5 കൊല്ലം കഴിഞ്ഞാൽ നട്ടെല്ല് വളഞ്ഞ 46 കൌൺസിലർമാരെ കാണാൻ അവിടെ. കൌൺസിൽ ഹാളിൽ പുതിയതായി സ്ഥാപിച്ച മൈക്ക് സംവിധാനമാണ് കൌൺസിലർമാർക്ക് വലിയൊരു നടുവേദനയായി മാറുന്നത്. നേരത്തെ കൌൺസിൽ ഹാളിൽ കോഡ്ലെസ് മൈക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മൈക്കുകളുടെ എണ്ണക്കുറവും അവയുടെ പ്രവർത്തനത്തിലെ തകരാറും നിരന്തരം പരാതികൾക്കിടയാക്കിയിരുന്നു. ഇതിന് പരിഹാരമായാണ് 46 കൌൺസിലർമാർക്കും ഇരിപ്പിടത്തിൽ തന്നെ പ്രത്യേക മൈക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഈ മൈക്കുകൾ ഇരുന്ന് സംസാരിക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൌൺസിൽ മര്യാദയനുസരിച്ച് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മൈക്ക് വളരെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ സംസാരിക്കണമെങ്കിൽ കൌൺസിലർമാർക്ക് നടുവളയ്ക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ മൈക്ക് സെറ്റ് കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കേണ്ട അവസ്ഥയുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ 5 വർഷം കഴിയുമ്പോഴേക്കും കൌൺസിലർമാരുടെ നടുവളയും എന്നാണ് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് കൌൺസിൽ യോഗത്തിൽ പരിഹാസത്തോടെ ഉന്നയിച്ചത്. മൈക്ക് സിസ്റ്റം സ്ഥാപിച്ചതിലെ അശാസ്ത്രീയതയാണ് ഈ ബുദ്ധിമുട്ടിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൌൺസിലർമാർക്ക് എഴുന്നേറ്റ് നിന്ന് ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാൻ പാകത്തിൽ മൈക്ക് സംവിധാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം നഗരസഭയോട് ആവശ്യപ്പെട്ടു. പരിഹരിക്കാമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉറപ്പു നൽകി.